Hello everyone, welcome to Crack It Up by Excellence Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഗേറ്റ് 2027 മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ വി ആർ വെരി സക്സസ്ഫുൾ. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ഓരോ ഫൈറ്റാണ്. അപ്പോൾ ദിസ് ഇയർ നമ്മുടെ എയിം തന്നെ ഒരു ലെസ് ദാൻ 500 നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് റാങ്ക്സ് എക്സലൻസ് അക്കാഡമി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും നമ്മുടെ ഈ എൻറ്റയർ ബാച്ച് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇൻ 2027 നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മെയ് ഓൺവേർഡ്സ് ആണ്. ആൻഡ് ഈ മെയ്യിൽ തുടങ്ങുന്ന ബാച്ച് നിങ്ങൾക്ക് എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാം. ഏകദേശം നമുക്കൊരു ഫെബ്രുവരി ഹാഫൊക്കെ ആകുമ്പോഴായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ മെയ് തൊട്ട് നമ്മൾ എങ്ങനെ ടൈം പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, സോ ദാറ്റ് നമുക്കൊരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഈ എൻറ്റയർ ടോപ്പിക്സ് നമുക്ക് തീർക്കണം. അതായത് ഗേറ്റിൻ്റെ എൻറ്റയർ സിലബസ് ഓൺ ഓർ ബിഫോർ ഡിസംബർ നമ്മൾ തീർത്തിട്ട് പിന്നീട് നമുക്ക് ടെസ്റ്റ് സീരീസ്, പിന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ഇങ്ങനെ എല്ലാം എഴുതി നമ്മുടെ ടൈം ഒപ്റ്റിമൈസേഷൻ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ ആയിരിക്കണം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, പല സ്റ്റുഡൻസും പല ഉദ്ദേശത്തിലാണ് ഈ ഗേറ്റ് എക്സാം എഴുതുന്നത്. അപ്പം ആ ഒരു ടാർഗറ്റിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷനും അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസും നമ്മൾ എത്ര ടൈം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്നുള്ളതും. ഇപ്പോൾ ഗേറ്റ് എക്സാം നമുക്കറിയാം, എഴുതി നിങ്ങളൊരു വളരെ വലിയ ടോപ്പ് റാങ്ക്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് PSUസിലോട്ട് സെലക്ഷൻ കിട്ടും. ഇപ്പോൾ അതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡി, BTech കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MTech പോകാനാണ്, MTech ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അവിടെ നിന്ന് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് ടോപ്പ് റിസർച്ചിസ്റ്റായിട്ട് ഒരു സയൻറ്റിസ്റ്റായിട്ടൊക്കെ വരാനായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കൊരു സ്പെസിഫിക് ഒരു സെക്ഷനിൽ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നിങ്ങൾ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് റോക്കറ്റ് എൻജിൻസിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലോ ഡൈനാമിക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിലോ പുതിയ അലോയ് കണ്ടുപിടിക്കുന്നതിലോ, അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഒരു സെക്ഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഏരിയയിൽ നമുക്ക് പെക്യൂലിയർ ആയിട്ട് നമുക്ക് സെൽഫായിട്ട് ഒരു റിസർച്ചറായി, നമുക്കതിനകത്ത് ഒരു സയൻറ്റിസ്റ്റായി, നമുക്കതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ അറിയാം, ഈ മെക്കാനിക്കൽ ഫീൽഡെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമുക്ക് ഈ ടെസ്റ്റിംഗ് ഫെസിലിറ്റി കിട്ടാനും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് കിട്ടാനും ഒക്കെ. അപ്പോൾ നിങ്ങളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന MTech ആൻഡ് PhD പ്രോഗ്രാംസ് ഫണ്ടഡ് ബൈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഇപ്പോൾ നിങ്ങൾ MTech നല്ലൊരു രീതിയിൽ നല്ലൊരു ടോപ്പ് കോളേജിൽ കയറുവാണ്, നമുക്കൊരു ആദ്യത്തെ ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് പഠിക്കാൻ കാണും. ദെൻ നിങ്ങളുടെ സെക്കൻഡ് ഇയർ എൻറ്റയർലി ഫോർ റിസർച്ച് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഇയർ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ, പക്ഷെ അതൊരു വലിയൊരു റിസർച്ചർ ഒരു അനുഭവമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, നമ്മളൊരു വളരെ ഷോർട്ട് സ്പാനേ ആ കോളേജിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങളപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള റിസർച്ചറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും മേ ബി ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ദെൻ യു ഹാവ് ടു ഗോ ഫോർ PhD. അപ്പോൾ നിങ്ങൾക്കൊരു 5 ഇയറോ ഇപ്പം 8 ഇയേഴ്സ് വരെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഫോർ ഗേൾ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ഇയർ ആ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യാനുള്ള എൻറ്റയർ ഫണ്ട് ടോപ്പ് കോളേജസിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് PhD ചെയ്യാനുള്ള ഒരു മേജർ സെലക്ഷൻ ക്രൈറ്റീരിയ തന്നെ നിങ്ങൾക്ക് MTech എടുക്കുമ്പോൾ വിത്ത് ഗേറ്റ് എടുക്കുക. പല സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു പ്രശ്നമാണ്, BTech കഴിഞ്ഞുകൊണ്ട് വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചാടിക്കയറി MTechന് ജോയിൻ ചെയ്യും, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ വിത്തൗട്ട് ഗേറ്റോ ജോയിൻ ചെയ്യും. പക്ഷേ വൺസ് ആഫ്റ്റർ ദാറ്റ് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ നോൺ ഗേറ്റ് ആയിട്ട് ഈവൻ ഗേറ്റ് കോളേജസിൽ പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ പോലും PhD ഇൻ്റർവ്യൂസിന് ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു അപ്പർ ഹാൻഡ് ഇല്ലാണ്ടാവും. ഗേറ്റ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ അത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക, വിത്തൗട്ട് ഗേറ്റ് MTech എടുക്കുന്നത് വളരെ ഒരു റിസ്കി തിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, റിഗാർഡ്ലെസ് ഓഫ് നിങ്ങൾ ഇപ്പോൾ ഏത് കോളേജിലാണ് BTech ചെയ്തത്, നിങ്ങൾക്ക് ഗേറ്റിന് ഒരു നല്ല സ്കോർ ഉണ്ടോ അല്ലെങ്കിൽ ഈവൻ ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് എഞ്ചിനീയർ ആകും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗേറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ആവണം ഇൻ ഓർഡർ ടു നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു റെക്കഗ്നൈസ്ഡ് എഞ്ചിനീയർ ആവാൻ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഗേറ്റ് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ. ഇനി വൈ എക്സലൻസ് അക്കാഡമി, ദിസ് ഈസ് അവർ ഗേറ്റ് 2026 റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മെക്കാനിക്കലിൽ 254th റാങ്ക് ആയിരുന്നു, 2308 നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടായിരുന്നു. അപ്പോൾ അക്കാഡമിക്ക് തന്നെ നമുക്ക് ലാസ്റ്റ് ഇയർ കിട്ടിയ റാങ്ക് ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏത് ഇയർ എടുത്താലും ഒരു 10 റാങ്കിനകത്ത് അല്ലെങ്കിൽ 100 റാങ്കിനകത്ത് കിട്ടുന്ന ഒത്തിരി സ്റ്റുഡൻസ് വിത്തിൻ കേരള തന്നെയുണ്ട്. അത് ചില സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നു, 1 ഇയർ അവർ കംപ്ലീറ്റ് സ്റ്റഡി നടത്തി, ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവർ കുറച്ചും കൂടെ പോയിസ്ഡായി ഗേറ്റ് ക്വാളിഫൈഡ് ആയിരുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അവർ എഴുതുമ്പോൾ ടോപ്പ് റാങ്കിൽ എത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കാര്യം ഇത് ഫസ്റ്റ് ഇയറിൽ തന്നെ ക്രാക്ക് ചെയ്യുന്നത് വളരെ ഇമ്മൻസ് ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്കും പറ്റും. ടാലൻറ്റ് മാത്രമല്ല, ഹാർഡ് വർക്കും വേണം. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി സമയം അതിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും ദിസ് ഈസ് ക്വൈറ്റ് പോസിബിൾ. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സമയം, ഹാർഡ് വർക്ക്, അതിന് ബാക്കിൽ നമ്മൾ ഇരിക്കുക, നമുക്കിത് വേണമെന്ന് നമുക്കൊരു ഒരു പുഷ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുവാണെങ്കിൽ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രാക്ക്. ആൻഡ് ഇപ്പോഴത്തെ മെക്കാനിക്കൽ സ്റ്റുഡൻസിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു 5 കൊല്ലം മുന്നേ ഉള്ള സിനാരിയോ അല്ല നിങ്ങൾക്കിപ്പോൾ. യു ഹാവ് എ വെരി ഹൈ അഡ്വാൻറ്റേജ്. ബിക്കോസ് നമുക്ക് മെക്കാനിക്കൽ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന 3 lakhs 4 lakhs സ്റ്റുഡൻസ് ഒക്കെയാണ് ഒരു 5 കൊല്ലം മുന്നേ എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ അത് ജസ്റ്റ് ഒരു 80,000 അല്ലെങ്കിൽ വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു നമ്പറിലോട്ട് എത്തിയിട്ടുണ്ട്. ബിക്കോസ് ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഒരു ECCS ബൂം നടക്കുന്നത് കൊണ്ട് എല്ലാവരും അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് ഇപ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ബിക്കോസ് മെക്കാനിക്കലിൻ്റെ വേക്കൻസീസ് അല്ലെങ്കിൽ PSU സെക്ടറിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മെക്കാനിക്കലിനുമാണ്. PWDയിലാണെങ്കിലും ഇതുപോലെ പെട്രോളോ ഓയിലോ ഒക്കെ ഇന്ത്യൻ ഓയിലിലും HPCLലും ബാർക്കിലും DRDOയിലും എല്ലാം ഒത്തിരി വേക്കൻസീസ് PSU സെക്ടറിൽ ഉള്ളത് തന്നെ മെക്കാനിക്കലാണ്. ആ വേക്കൻസി ഒന്നും കുറഞ്ഞില്ല, റാദർ കോമ്പറ്റീഷൻ കുറഞ്ഞു. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഇപ്പോൾ എഴുതുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആൻഡ് ഓൾസോ കോമ്പറ്റീഷൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും പണ്ട് ഏറ്റവും കൂടുതൽ ഈവൻ IITസിലും NITസിലും BTechന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് തന്നെ ടോപ്പ് റാങ്കേഴ്സ് എപ്പോഴും എന്തിനായിരിക്കും പോയിക്കൊണ്ടിരുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ പറയുന്ന ഒരു നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് ടോപ്പ് റാങ്കേഴ്സ് ഫസ്റ്റ് അഡ്മിഷൻ CET പോലും വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 3,000 4,000 ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് 500 തന്നെ സീറ്റ്സ് തീർന്നുകൊണ്ടിരുന്ന കോളേജസിൽ പോലും ആ ലെവലാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് ഫ്രണ്ടിലോട്ടുള്ള റാങ്കിലുള്ള സ്റ്റുഡൻസ് ആണ് മെക്കാനിക്കലൊക്കെ ജോയിൻ ചെയ്തിരുന്നത്. ആ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ കുറച്ച് ടച്ചിലൊന്നും ഇല്ലാണ്ട് ഗേറ്റ് ഈ വർഷം ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്ലാനിൽ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിനുള്ള ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പം ഐ പ്രിഫർ നിങ്ങൾ വളരെ നല്ലൊരു റാങ്ക് എയിം ചെയ്യുക റാദർ ദാൻ ഗെറ്റിംഗ് ക്വാളിഫൈഡ്. അതാണ് ഞാൻ ഇതിലൊരു കൺക്ലൂഷനായിട്ട് പറയുന്നത്. നമുക്കും ഇതുപോലെ ടോപ്പ് റാങ്കേഴ്സിൻ്റെ ലിസ്റ്റിൽ പേര് വരണം. ഓക്കെ, ആൻഡ് നമ്മുടെ ക്രാക്ക് ടാപ്പിൻ്റെ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിൻ്റെ എക്സാംസും അതിനകത്തുള്ള കോമ്പറ്റീറ്റീവ് പോർട്ടലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു ഏതാണ് നമ്മുടെ ആക്ച്വൽ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്നത് ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ ഈ ഓൺലൈൻ എക്സാം എഴുതുന്ന അതേ സെയിം ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എല്ലാ വീക്കും ഓരോ ടോപ്പിക്സ് ഉണ്ട്, അതിൻ്റെ ഷെഡ്യൂൾ ഞാനിപ്പോൾ പറഞ്ഞു തരും. ആ വീക്ക്ലി പ്ലാനിലായിരിക്കും നമ്മളിവിടെ ക്ലാസ്സസ് എടുക്കുന്നത്. ഇതിൻ്റെ സിമിലർ ഗേറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ ദാറ്റ് അതിലും ഗെറ്റിംഗ് യൂസ് ടു എന്ന് പറയുന്നത് വളരെ നമുക്ക് ടൈം സേവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം റൈറ്റ് മോർ ആൻഡ് മോർ എക്സാംസ്, അതും പഠിച്ചിട്ട് എഴുതുക. പഠിക്കാണ്ട് നമ്മൾ എഴുതുന്നതിൽ കാര്യമില്ല. ആൻഡ് പഠിക്കാണ്ട് നമ്മൾ ഫുൾ എക്സാം പോയി എഴുതുന്നതിൽ മീനിങ്ലെസ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഉള്ളത് ഒരു കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് തീരുമ്പോഴും നമുക്ക് അതിൻ്റെ, അതായത് എല്ലാ സാറ്റർഡേ അറ്റ് 10 AM നിങ്ങൾക്ക് ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യും അണ്ടിൽ 11:30 AM. എല്ലാ വീക്കും മാൻഡേറ്ററി ആണ്. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ ഡിസ്കഷനും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ 10 to 11:30 വീക്ക്ലി നിങ്ങൾ എക്സാം എഴുതുവാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ കൊണ്ട് പഠിച്ചു തീർത്തിരിക്കണം. ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ റാങ്കിൻ്റെ സക്സസ്. ഇത് ഇച്ചിരി ടയറിങ് ആണ്, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കണം. ബട്ട് ഇതുകൊണ്ട് മാത്രമേ നമുക്കൊരു റാങ്ക് കിട്ടുകയുള്ളൂ, അത് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഗേറ്റിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്കറിയാം. 100 മാർക്കിനാണ് എക്സാം നമുക്ക് വരുന്നത്. ഈ 100 മാർക്കിനുള്ള എക്സാം
65 ക്വസ്റ്റ്യൻസിൽ നിന്നാണ് 100 മാർക്ക് വരുന്നത്. 3 മണിക്കൂറാണ് എക്സാം. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ന്യൂമറിക്കൽ, നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 സെക്ഷനാണുള്ളത്. ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, പിന്നെ മാത്സ് ഉണ്ട്, മെക്കാനിക്കൽ സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്സിന് സെക്ഷൻ 1 എന്ന് പറയും. ഈ എഞ്ചിനീയറിംഗ് മാത്സും സബ്ജക്റ്റും കൂടെ നമുക്ക് സെക്ഷൻ 2 ആണ്. അപ്പോൾ സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്. 2 സെക്ഷൻ ആയിരിക്കും നമ്മുടെ ഗേറ്റ് പേപ്പേഴ്സിൽ ഉണ്ടാകുന്നത്, സെക്ഷൻ 1 and 2. അതിൽ ഓരോന്നിനും ഓരോ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ സെക്ഷൻ 1-ന് 15 മാർക്സും സെക്ഷൻ 2-ന് 85 മാർക്സും ആണ്. 85 മാർക്സിൽ ഔട്ട് ഓഫ് ദാറ്റ് 15 മാർക്സ് എന്തിനാണ്, മാത്സിനും 70 മാർക്സ് മെക്കാനിക്കൽ ടോപ്പിക്സിനും. അപ്പോൾ മാത്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. പലരും മാത്സ് അവോയ്ഡ് ചെയ്ത് പഠിക്കാമെന്ന് കാണുന്നുണ്ട്. പക്ഷേ മാത്സിനും ഇച്ചിരി ഒരു ഇമ്പോർട്ടൻസ്, മാത്സിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈസി ഒരു ഹാക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം മാത്സ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവർക്ക് മാത്സിനൊരു ഭേദപ്പെട്ട സ്കോർ അവിടെയും നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ടോപ്പ് റാങ്ക്സിനെ അത് എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, ദെൻ അപ്പം നമ്മുടെ ഗേറ്റിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഈ എൻറ്റയർ 4 സെക്ഷൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സിലബസ് കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് മാത്സ് ഉണ്ടാവും, അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ഡിസൈൻ ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് തെർമൽ സയൻസും, പിന്നെ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇതിൽ സെക്ഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് മാത്സ് ആണ്. ഓക്കെ, മാത്സ് ആണ് എൻറ്റയർലി സെക്ഷൻ 1. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അപ്പോൾ ഈ മാത്സിനാണ് ഞാൻ പറഞ്ഞ നേരത്തെ 15 മാർക്സ്. അപ്പോൾ സിൻസ് ഇതിന് 15 മാർക്സിന് ചോദിച്ചതുകൊണ്ട് ഇവർക്ക് ഇത്രയും സിലബസ് ആണുള്ളത്. ലീനിയർ ആൾജിബ്ര ഉണ്ട്, കാൽക്കുലസ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന 6 ടോപ്പിക്കും കൂടെയാണ് ഈ പറഞ്ഞ 15 മാർക്സ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അപ്പോൾ പക്ഷേ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇപ്പോൾ നമുക്ക് പഠിക്കാനാണെങ്കിൽ വളരെ സമയം കുറച്ച് മതി. അതിന് എന്തായാലും 2 മാർക്കിന് ക്വസ്റ്റ്യൻ കാണും. ലീനിയർ ആൾജിബ്രയും നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള ഏരിയയാണ്, അതിന് 2 മാർക്ക് കിട്ടും. കോംപ്ലക്സ് വേരിയബിൾസിന് 2 മാർക്ക് കിട്ടും, പ്രോബബിലിറ്റിക്ക് 2 മാർക്ക് കിട്ടും. ഈ 4 സെക്ഷനും കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ചെറിയ എഫേർട്ടും വളരെ ചെറിയ ടൈമും മതി. ഈവൻ മാത്സിൻ്റെ ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ 4 സെക്ഷൻ ഗ്യാരണ്ടീഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഒള്ളി ഒരു കാൽക്കുലസും ബാക്കിയെല്ലാം അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത് നിങ്ങളുടെ +2 തൊട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി വേണ്ട ഈ 2 ടോപ്പിക്കിനാണ്. അതിന് ചിലപ്പോൾ ഒരു വെയിറ്റേജ് കൂടുതൽ കാണും, ഒരു 5 to 6 മാർക്സ് അതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ അറിയാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് മാർക്ക് കിട്ടും, ബിക്കോസ് അത് ബേസിക് ഫണ്ടമെൻ്റൽ മാത്സ് ആണ്. ഇനി അതിൽ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾ സൈഡിൽ കൂടെ പഠിക്കാൻ ട്രൈ ചെയ്യുക. ഈ 2 എണ്ണത്തിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സിന് കുറച്ചും കൂടെ കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് ആ 8 മാർക്ക് ഉറപ്പിക്കുക. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ മാത്സിൻ്റെ സ്ട്രാറ്റജി. ദെൻ കംസ് അപ്ലൈഡ് മെക്കാനിക്സ്. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും മെക്കാനിക്സ് ഓഫ് സോളിഡ്സും ഒക്കെയാണ് വരുന്നത്. തിയറി ഓഫ് മെഷീൻസ്, വൈബ്രേഷൻസ്, ദെൻ മെഷീൻ ഡിസൈൻ. ഇത് ഇത്രയാണ് നമുക്ക് വരുന്ന അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻ ഡിസൈൻ. ബേസിക്കലി വരുന്ന ഏതൊക്കെയാണ്, മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തിയറി ഓഫ് മെഷീൻസ്, വൈബ്രേഷൻസ്, മെഷീൻ ഡിസൈൻ. ഇത്രയും ടോപ്പിക്സ് ആണ് സെക്ഷൻ 2-ൽ വരുന്നത്. സെക്ഷൻ 3-ൽ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് തെർമൽ സയൻസ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ FM-ൻ്റെ ഫുൾ ടോപ്പിക് വരും, ഹീറ്റ് ട്രാൻസ്ഫർ വരും, തെർമോഡൈനാമിക്സ് വരും, തെർമൽ എഞ്ചിനീയറിംഗ് വരും. ഇത്രയാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് തെർമൽ സയൻസ്. ദെൻ കംസ് മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഈ ടോപ്പിക്സിൽ വരുന്ന നമ്മുടെ മെറ്റീരിയൽ സയൻസ്, മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പറയുന്ന കാസ്റ്റിങ്, ഫോമിങ്, വെൽഡിങ്, ഷീറ്റ് മെറ്റൽ, പൗഡർ മെറ്റലർജി, അങ്ങനെ എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സും വരുന്ന ഏരിയ ആണ് ഈ പറയുന്ന കാസ്റ്റിംഗ് ആൻഡ് ഫോമിങ്. ദെൻ കംസ് മെഷീനിങ് ആൻഡ് മെഷീൻ ടൂൾ ഓപ്പറേഷൻസ്. നമുക്ക് നമ്മുടെ മെക്കാനിക്സ് ഓഫ് മെഷീനിങ്, ബേസിക് മെഷീൻ ടൂൾസ്, മെറ്റൽ കട്ടിങ്, അത് എല്ലാം വരുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്. ദെൻ കംസ് മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ. നമ്മുടെ മെട്രോളജിയെ പറ്റി അറിയാമല്ലോ. ഈ ടോളറൻസ്, ഇൻ്റർചേഞ്ചബിൾ, ലിമിറ്റ്സ്, ഹോൾ സൈസ്, ഷാഫ്റ്റ് സൈസ്, അതെല്ലാം നമ്മുടെ ഇന്ത്യൻ IT റേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഹോൾ സൈസും ഷാഫ്റ്റ് സൈസും ഡിറ്റർമിൻ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടോളറൻസ് വെച്ച് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണത്. ദെൻ പ്രൊഡക്ഷൻ, നമ്മുടെ IMOR, PERT, CPM, ലീനിയർ പ്രോഗ്രാമിങ്, ഇതെല്ലാം വരുന്ന ഫോർകാസ്റ്റിംഗ്, ക്യൂയിങ് തിയറി, ക്യൂയിങ് മോഡൽസ്, ഇതെല്ലാമാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിലും വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഏകദേശം ഒരു സബ്ജക്റ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് ആപ്റ്റിറ്റ്യൂഡിന് നേരത്തെ പറഞ്ഞ പോലെ 15 മാർക്ക്, എഞ്ചിനീയറിംഗ് മാത്സിന് 13 തൊട്ട് 15 വരെ. പണ്ട് സ്ഥിരമായിട്ട് 15 മാർക്ക് ചോദിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അത് ഒരു 13 മാർക്കിനാണ് ലാസ്റ്റ് ഇയർ ചോദിക്കുന്നത്. ദെൻ തെർമോഡൈനാമിക്സിൽ നിന്ന് 6 to 8 മാർക്സ് കിട്ടും. അത് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് ആണ്.
6 to 8 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാം. ബിക്കോസ് തെർമോഡൈനാമിക്സ് ഫണ്ടമെൻ്റൽ പേപ്പറാണ്. നമ്മൾ ഇത്രയും വർഷം ക്ലാസ് എടുത്തിട്ടുള്ളതിൽ തെർമോഡൈനാമിക്സിന് ഇവിടെ ഒരു മാർക്ക് പോലും ഒരു സ്റ്റുഡൻസിനും പോയിട്ടില്ല. എല്ലാവർക്കും ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ അത് ഇപ്രാവശ്യം നിങ്ങൾക്കും ഫുൾ സ്കോർ ചെയ്യാൻ പറ്റണം. ദെൻ തെർമൽ എഞ്ചിനീയറിങ്ങും സെയിം സിറ്റുവേഷനാണ്, നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞ് ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഒരു 14 മാർക്സ് ചോദിക്കും. 14 മാർക്സ് നമുക്കിവിടെ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടണം. ആൻഡ് ഇതിൽ കൂടെ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ ഒരു 10 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആയി. അതായത് ബൈ സ്റ്റഡിയിങ് ദീസ് ആദ്യത്തെ ഒരു 4 ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് ബോണസ് മാർക്സ് ആണ് കിട്ടേണ്ടത്. ഈ മാനുഫാക്ചറിങ് എഞ്ചിനീയറിങ് നമുക്ക് അതിലും ഒരു നല്ല പെർസെൻറ്റേജ് വാങ്ങിക്കാം. റാദർ ചില സമയത്ത് ചില ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ചോദിച്ചില്ലെങ്കിൽ മാനുഫാക്ചറിങ്ങും കിട്ടേണ്ടതാണ്. ദെൻ കംസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറും ഗ്യാരണ്ടീഡ് ഷോട്ടാണ്. ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ ഈസിലി പറ്റുന്ന ഒരു ഏരിയ ആണ്. ദെൻ മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഈ രണ്ടെണ്ണം അവർ മിക്കവാറും ഒക്കെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇച്ചിരി ടൈം എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, എസ്പെഷ്യലി മെക്കാനിക്സ്. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും അതിലും കുറേ ഈസി ടോപ്പിക്സ് ഉണ്ട്. ചില ടോപ്പിക്സിൽ മാത്രം ഈ പറഞ്ഞ കുറച്ച് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്ന ഒരു ഏരിയ ആണ്. ദെൻ FM, HM വളരെ സിമ്പിളാണ്. ബട്ട് FM-ലും ഈ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ട്വിസ്റ്റഡ്. അപ്പോൾ അതും നമ്മളൊന്ന് ഹയർ കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മൾ ടോപ്പ് റാങ്ക് മേടിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് ഒന്ന് ലെവൽ കൂട്ടി പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അത് നമ്മൾ ഈ കുറച്ച് സ്റ്റാൻഡേർഡ് ഇച്ചിരി ഹയർ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ബെൻസാലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നോർമൽ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഫ്രാങ്കം വൈറ്റോ അതുപോലെയുള്ള കുറച്ച് ഹയർ ലെവൽ ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് FM-ൽ വരെ നമ്മൾ കൂടുതലും തിയററ്റിക്കൽ ഡെറിവേറ്റീവ് ഒക്കെ ആയിട്ടായിരിക്കും പഠിച്ചിരിക്കുന്നത്. അതിലും ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനൊക്കെ നമ്മൾ റാദർ സ്മോൾ ഇമ്പോർട്ടൻസേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഫ്രാങ്കം വൈറ്റിൻ്റെ ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹയർ ഒരു ക്വാണ്ടിഫൈഡ് ആയിട്ട് പഠിക്കാൻ പറ്റും ഫ്ലൂയിഡ് മെക്കാനിക്സ്. ദെൻ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് വൈബ്രേഷൻ അഗെയിൻ ഒരു ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ദെൻ മെഷീൻ ഡിസൈൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് അതിൽ നിന്ന് ഒരു 3 to 5 മാർക്സ് ചോദിച്ചാൽ പോലും ഇത് അധികം ആരും പഠിക്കാത്ത ഏരിയ ആയതുകൊണ്ട് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. നിങ്ങളത് പഠിക്കണം എന്നുള്ളൊരു മാറ്റർ മാത്രമേ ഉള്ളൂ. മെഷീൻ ഡിസൈനും മിക്കവാറും ഒക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിക്സ് തൊട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തിയറി ഓഫ് വൈബ്രേഷൻ, ഇപ്പോൾ ഇത്രയും ഒരു 20-25 മാർക്സിനായിരിക്കും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഹാർഡും ഈസി എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ. ബാക്കി റാദർ ഒരു 70 മാർക്സ് അല്ലെങ്കിൽ ഒരു 65 മാർക്സ് ഓൾമോസ്റ്റ് എപ്പോഴും ഒരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യന് താഴെ മാത്രമേ ഗേറ്റിന് വരുള്ളൂ. അപ്പോൾ ഈ 65 മാർക്സ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടണം. ഈവൻ ഇഫ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഓഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ 65 മാർക്സിൽ നമുക്ക് ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റിയാൽ അതായിരിക്കണം നമ്മുടെ എയിം. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ഒരു 500 റാങ്കിനകത്ത് വരും എന്നുള്ള ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എയിം വെച്ചും ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചും ഹൗ ടു പ്രിപ്പയർ എന്നുള്ള ഒരു ക്ലാരിറ്റി വെച്ചും ഉറപ്പിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന സബ്ജക്ട്സിൽ നിന്ന് മാക്സിമം പ്രിപ്പയർ ചെയ്തും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് ഇതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ഒരു പ്ലാൻ, വീക്ക്ലി പ്ലാൻ, നിങ്ങൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് പഠിക്കാനും നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത് ഈ ഒരു ഷെഡ്യൂളിലായിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഏറ്റവും വലിയൊരു സിലബസ് എന്ന് പറയുന്ന ഈ ഒരു ഗേറ്റ് മെക്കാനിക്കൽ എന്നുള്ള ഒരു മാസീവ് സിലബസിനെ നമുക്ക് ഈസി ആയിട്ട് സമയമെടുത്ത് തന്നെ പഠിക്കാൻ നിങ്ങൾക്കൊരു പ്രിപ്പറേറ്ററി ടൈം അവിടെ കുറഞ്ഞു എന്നുള്ള ഒരു ഇഷ്യൂ ഒന്നും വരില്ല. അതായത് വീക്ക് 1 നമ്മൾ കാസ്റ്റിംഗ്, അതായത് ഇപ്പം ഈ പറയുന്ന വീക്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ എക്സാം നമുക്ക് 16th അതായത് 16th സാറ്റർഡേ നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ എക്സാം ഞാൻ ഈ പറഞ്ഞതുപോലെ 10 മണിക്ക് ഉണ്ടാവും. അപ്പം ബിഫോർ ദാറ്റ് നമ്മൾ 2 ക്ലാസ്സോ 3 ക്ലാസ്സോ കൊണ്ട് ഈ കാസ്റ്റിങ്ങിൻ്റെ എൻറ്റയർ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. ദെൻ ഓൺ 16th സാറ്റർഡേ നമുക്കൊരു എക്സാം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, അതിൻ്റെ ഡിസ്കഷനും ഉണ്ടാവും. അതോടെ നമ്മൾ പ്രൊഡക്ഷൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ തീർക്കുന്നു, ദാറ്റ് ഈസ് കാസ്റ്റിംഗ്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്നത് ഈസ് ബേസ്ഡ് ഓൺ കാസ്റ്റിംഗ്, അത് തീർക്കുക. ദെൻ കംസ് ഏതാണ്? വെൽഡിങ്, പിന്നെ മെറ്റൽ കട്ടിങ്. അപ്പം വളരെ 3 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ
പിയുടെ ഒരു 14 മാർക്സിൽ ഔട്ട് ഓഫ് 14 മാർക്സ് ഒരു 7 മാർക്സ് വരുന്ന 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ മെയ് കൊണ്ട് മാത്രം തീർക്കുന്നത്. മെയിൽ റിലാക്സ്ഡ് ആണ്. ഇത് 3 കൂടെ പഠിക്കാൻ നിങ്ങൾക്കൊരു 5-6 ദിവസത്തിൻ്റെ കാര്യം മതി. പക്ഷെ മെയ് നിങ്ങൾക്ക് പകുതി പേരും ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങി ഗേറ്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഗേറ്റിൻ്റെ ഒരു പഠിക്കേണ്ട രീതിയൊക്കെ മനസ്സിലാക്കാനാണ് ഞാൻ കുറച്ച് വലിയൊരു ഹാർഡ് സ്ട്രഗിൾ ഇല്ലാണ്ട് പഠിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടൈം ലൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ നമ്മളൊരു 10th-നോ 15th-നോ ഒക്കെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു 15 ഡേയ്സിൽ ഈ 3 കുഞ്ഞു ടോപ്പിക്ക് തീർക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പക്ഷേ ദാറ്റ് അലോൺ ക്യാൻ ഗെറ്റ് യു അറൗണ്ട് ഒരു 7 to 8 മാർക്സ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഗേറ്റിന് കിട്ടി വിത്ത് ദിസ് 15 ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ phase 1 ടിൽ May 31st. ദെൻ ടിൽ ജൂലൈ ഇനി ഒരു 45 ഡേയ്സിൻ്റെ പ്ലാനാണ്. ഒരു 6 വീക്സ് നമുക്കുണ്ട്. ആ 6 വീക്സിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇതിലിട്ടിരിക്കുന്നത്. അതായത് ജൂൺ 1 to 7 നമുക്ക് തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ പ്രൊഡക്ഷനും തെർമോഡൈനാമിക്സും കൂടെ ആയിരിക്കും ഏതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രം ജൂൺ. അപ്പോൾ ജൂൺ കൊണ്ട് നമുക്ക് ഈ എൻറ്റയർ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് വീക്കിൽ നമ്മൾ തെർമോഡൈനാമിക്സ് ഫിനിഷ് ചെയ്യുന്നു. അതായത് ജൂണിലെ ആദ്യത്തെ ഇനീഷ്യൽ 15 ഡേയ്സിൽ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുന്നു, ഒരു ഫുൾ സബ്ജക്റ്റ് തെർമോഡൈനാമിക്സ് വിച്ച് ഹാവ് അറൗണ്ട് 7 മാർക്സ് അത് നമ്മൾ തീർക്കുന്നു. ദെൻ മെറ്റൽ ഫോമിംഗ്, ഷീറ്റ് മെറ്റൽ മെട്രോളജി, പൗഡർ മെറ്റലർജി, മെറ്റീരിയൽ സയൻസ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇത്രയും ടോപ്പിക്സ് വിച്ച് കംസ് ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ലൈറ്റർ മാർക്സ് ഉള്ള ബാക്കിയുള്ള ഒരു 7 മാർക്സിൻ്റെ ടോപ്പിക്കും കൂടെ നമ്മൾ ഇതിൽ തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം പ്രൊഡക്ഷനും തെർമോഡൈനാമിക്സ് 2 മെയിൻ സബ്ജക്ട്സ് നമ്മൾ ജൂലൈ 15th കൊണ്ട് നമ്മൾ തീർത്തു. ബൈ 10th വീക്ക് അല്ലെങ്കിൽ ഒരു ജൂലൈ മിഡ് ആകുമ്പോൾ ഇത്രയും തീർക്കാം. ദെൻ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഫ്രം വീക്ക് 11 to 17 അല്ലെങ്കിൽ ടിൽ ഓഗസ്റ്റ് 30th അനദർ ഒരു 45 ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽ സ്റ്റാർട്ട് വിത്ത് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമലും HMD ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതിൽ തെർമലാണ് ഫുള്ളായിട്ട് തീരുന്നത്. നിങ്ങളുടെ സിലബസ് വെച്ച് പറയുവാണെങ്കിൽ തെർമൽ എഞ്ചിനീയറിങ്ങിനകത്ത് തന്നെയാണ് ഏത് വരുന്നത്, നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറും വരുന്നത്. അല്ലാണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിന് മാത്രം ഒരു 7 to 8 മാർക്സ് വരും. അപ്പം തെർമലിൻ്റെ ഒരു 6 മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 14 മാർക്സ് പ്ലസ് മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 15 മാർക്സ് ആയിരിക്കും നമ്മൾ അടുത്ത ഒരു 45 ഡേയ്സിൽ പഠിക്കുന്നത്. ദെൻ നമുക്ക് സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ മിഡ് വരെ അടുത്ത അഗെയിൻ 45 ഡേയ്സിൽ വിൽ സ്റ്റാർട്ട് വിത്ത് മോസ്. മെക്കാനിക്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നു. മെക്കാനിക്സ് തീർക്കുന്നു, മോസ് തീർക്കുന്നു, FM സ്റ്റാർട്ട് ചെയ്യുന്നു, IMORും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 45 ഡേയ്സിൽ നമുക്ക് മെക്കാനിക്സ് തീർക്കണം, മോസ് സ്റ്റാർട്ട് ചെയ്യണം, FM സ്റ്റാർട്ട് ചെയ്യണം, FM തീർക്കണം. ഇത് 2 മോസും FM നമ്മൾ കവർ ചെയ്തിരിക്കണം. ദെൻ IMORൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ് നമുക്ക് ബിഫോർ 15th ഒക്ടോബർ. ദെൻ നമ്മുടെ ലാസ്റ്റ് phase 5ൽ നമ്മൾ ടോം തീർക്കണം, തിയറി ഓഫ് മെഷീൻസ്, അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന വൈബ്രേഷൻസ്, മെഷീൻ ഡിസൈനും, പിന്നെ IMORൻ്റെ ഓൾമോസ്റ്റ് ബാക്കി വരുന്ന എല്ലാ പോർഷൻസും തീർക്കണം. ഇതായിരിക്കണം നമുക്ക് അടുത്ത ഒരു 45 ഡേയ്സിലെ ഷെഡ്യൂള്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൺ ഓർ ബിഫോർ ഡിസംബർ 15th ആകുമ്പോൾ, അതായത് നമ്മുടെ മെയ് 15th തുടങ്ങുന്ന അല്ലെങ്കിൽ മെയ് 10th തുടങ്ങുന്നത് തൊട്ട് ഡിസംബർ 15th വരെയുള്ള ടൈം ഷെഡ്യൂളിൽ നിങ്ങൾ ഈ എൻറ്റയർ സിലബസ് നമുക്ക് സമാധാനമായിട്ടും സ്മൂത്തായിട്ടും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂളാണ്. ഇത് തന്നെ നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് ഇത്രയും വർഷത്തെ ഒരു എടുക്കുന്ന രീതിയും വെച്ചിട്ടാണ് ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് പറയുന്നത്. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവരും ഈ ടൈം ലൈനിൽ പഠിക്കാനും ട്രൈ ചെയ്യുക, ടെസ്റ്റ് സീരീസ് എഴുതാൻ ട്രൈ ചെയ്യുക, ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ഈ ഓരോ ക്വസ്റ്റ്യൻസിൽ വരുന്നത് എല്ലാം അപ്പോൾ തന്നെ നമ്മുടെ മെൻറ്റേഴ്സായിട്ട് വിളിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1000 റാങ്കിനകത്തുള്ള ഡ്രീമിൽ എത്തിയിട്ടുണ്ടാവും. ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പ്ലാനിൽ ഇതൊരു ലോങ് ടേം എക്സാമാണ്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ BTechൻ്റെ എക്സാമോ പഠിക്കുന്ന പോലെ 2 ദിവസത്തെ റിസൾട്ട് കിട്ടുന്ന ഒരു എക്സാമോ അല്ലെങ്കിൽ 3 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്ന എക്സാമോ അല്ല. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ഓഫ് പ്രിപ്പറേഷൻ. അപ്പം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ നമുക്കൊരു ഡൗട്ട്സോ അല്ലെങ്കിൽ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ മതിയോ, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സും ഇതിനകത്ത് വരരുത്.
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇതിൽ ഇടുക, നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ വിശ്വസിച്ച് അത് തന്നെ കണ്ടിന്യൂസ്ലി ഈ പറയുന്ന 6-7 മാസം നമ്മൾ നോട്ട്സ് എഴുതുക, പഠിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, എക്സ്ട്രാ മെറ്റീരിയൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് പ്രൊവിഷൻ വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യുക ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഗുഡ് ഗ്രിപ്പ് ഓൺ ദാറ്റ് സബ്ജക്റ്റ്. ഓക്കെ, സോ അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് തന്നെ നമ്മുടെ ഓരോ ലെക്ചർ സീരീസിലോട്ട് പോവാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾ അനുസരിച്ച് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഏതാണ്? പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് കാസ്റ്റിംഗ് ആണ്. സോ നമുക്ക് കാസ്റ്റിംഗിൻ്റെ ക്ലാസ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാസ്റ്റിംഗ് നിങ്ങൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ ബിടെക്കിൽ പല സമയത്തായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ആ പഠിച്ചതിൽ നിന്ന് ഗേറ്റ് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പോലും ഈവൻ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച രീതിയിലല്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് അതിനെപ്പറ്റി എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പം നമ്മൾ പാറ്റേൺ ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ എന്താണ്, ഒരു മോൾഡിംഗ് ബോക്സ് എടുക്കും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു ഹാഫ് പാറ്റേൺ വയ്ക്കുന്നു. എന്നിട്ട് ഇതിന് ചുറ്റും നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? സാൻഡ് ഫില്ല് ചെയ്യും. ഇതിനെ വേറൊരു നമ്മളൊരു കോപ്പ് ബോക്സ് വയ്ക്കും. കോപ്പ് ബോക്സിൽ നമ്മൾ സെക്കൻഡ് ഹാഫ് വയ്ക്കുന്നു, ഒരു സ്പ്രൂ പിന്നും വയ്ക്കുന്നു, ഒരു റൈസറും വയ്ക്കുന്നു. അവിടെയും നമ്മൾ എന്ത് ഫില്ല് ചെയ്യുന്നു? സാൻഡ് ഫില്ല് ചെയ്യുന്നു. ഇവിടെ ഒരു പോറിംഗ് ബേസിൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് എപ്പോഴും ഇതിനെപ്പറ്റി പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ സോളിഡ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ എടുത്ത് റിമൂവ് ചെയ്ത് കളയുന്നു. ഇവിടെ എല്ലാം ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇതെല്ലാം ടൈറ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോകാനായിട്ട് നമ്മൾ എയർ ഹോൾസ് അല്ലെങ്കിൽ വെൻസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള മെയിൻ ഏതൊക്കെയാണ് നമുക്ക് ക്യാവിറ്റീസ് വരുന്ന, ഒരു സ്പ്രൂ പിന്നിൻ്റെ ക്യാവിറ്റി ഉണ്ട്, റൈസറുണ്ട്, മോൾഡുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ റൈസർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് തന്നെ, ഈ റണ്ണറിൽ കൂടെ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് ഇവിടെ ഇത് ഫില്ലായി, എന്നിട്ട് ഇത് ഇവിടെ നിന്ന് മേളിൽ കയറി ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ എന്ത് ഫില്ലായിട്ടുണ്ടെന്ന്. നമ്മളത് അങ്ങനെ നമ്മുടെ മോൾഡ് ക്യാവിറ്റി ഫില്ലായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൈസർ എന്നാണ് എനിക്ക് കിട്ടുന്ന ആൻസർ. പക്ഷെ അത് ഇറ്റ്സെൽഫാണ് തെറ്റെന്ന് പറയുന്ന കാര്യം. ബ്ലൈൻഡ് റൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റൈസറിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? കുറേ പേർക്ക് അറിയായിരിക്കും, ചിലർ എന്നോട് കറക്റ്റ് ആൻസറും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ആക്ച്വൽ പർപ്പസ് ഓഫ് റൈസർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ മോൾഡ് ക്യാവിറ്റിക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കുന്ന മോൾട്ടൺ മെറ്റൽ സോളിഡിഫൈ ആകുമ്പോൾ ചേഞ്ച് ഓഫ് ഷേപ്പ് വരുന്നു, അത് ചെറുതാവുന്നു. അപ്പോൾ ഈ ചെറുതാവുമ്പം നമ്മളിപ്പം ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ ഫില്ലായിട്ടിരിക്കുന്ന ചെറുതാകുമ്പോൾ നമുക്ക് ആ വേണ്ട സൈസ് കിട്ടുമോ? ഇറ്റ് വിൽ ബി വെരി സ്മോൾ ഇൻ സൈസ്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് വേണ്ട സൈസിനെ കാട്ടിയും ചെറുതായി പോകുന്നു. ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പർപ്പസ് ഉണ്ടോ? അപ്പം ഇത് ചെറുതായാലും നമുക്ക് ഈ വരുന്ന ലിക്വിഡ് ശ്രിങ്കേജസിനെ അവോയ്ഡ് ചെയ്യാനാണ് ഈ റൈസർ ഇരിക്കുന്നത്. സോ റൈസറിൽ നിന്ന് എന്ത് ചെയ്യും? മോൾട്ടൺ മെറ്റൽ തിരിച്ചിവിടെ ഒന്ന് ഫില്ലായി അതൊരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ റൈസർ ഒരു റിസർവോയറിൻ്റെ ഒരു പർപ്പസാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ റൈസറിൽ നിന്ന് ഇവിടെ വന്ന് ഇത് ഫില്ലാവും. അപ്പോൾ അനദർ ക്വസ്റ്റ്യൻ, റൈസറും പാറ്റേണും ഒരുമിച്ചല്ലേ സോളിഡിഫൈ ആവുന്നത്? അപ്പം റൈസർ ആദ്യം സോളിഡ് ആയാലോ? അപ്പം ഇവിടെ ഇരിക്കുന്നത് സോളിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സോളിഡ് ആകുമ്പോഴേക്കും ഇതിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ അവിടെ ടൈം ഓഫ് സോളിഡിഫിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ടൈം ഓഫ് സോളിഡിഫിക്കേഷൻ ഓഫ് റൈസർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് സോളിഡിഫിക്കേഷൻ ഓഫ് ദി കാസ്റ്റ്. അതായത് ഇവിടുത്തെ ഇത് സോളിഡ് ആവുന്നതിന് മുന്നേ ഒരിക്കലും റൈസർ സോളിഡ് ആവാൻ പാടില്ല. ആ കാൽക്കുലേഷനാണ് ഗേറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയോ? അതിൻ്റെ ടൈം ഫോർ സോളിഡിഫിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്കറിയോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗേറ്റിന് പഠിക്കേണ്ടതും ബിടെക്കിന് നമ്മൾ പഠിക്കാത്തതുമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്ന സമയത്ത് കാസ്റ്റിങ്ങിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതും ഈ ഏരിയാസാണ്. ഓൾറൈറ്റ്, സോ നമുക്ക് ബേസിക്കായിട്ട് പഠിച്ചു പോവാം.
ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ നമുക്കറിയാം, ഒരു മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഷേപ്പിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് വേണ്ടത് കാസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ടാക്കി ഫൈനലി എടുക്കുന്ന ഔട്ട്പുട്ട്. നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു ഡയമെൻഷനുള്ള ഒരു കാസ്റ്റ് ഔട്ട്പുട്ട് വേണമെങ്കിൽ 50 mm. അപ്പോൾ അതിന് എത്ര ഉള്ള ഒരു പാറ്റേൺ നമ്മൾ വെക്കണം, കൂടുതൽ വെക്കണമോ കുറവ് വെക്കണമോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ പറഞ്ഞ അലവൻസസ്. അതായത് 50 mm ഉള്ള ഒരു കാസ്റ്റ് സൈസ് കിട്ടാനായി നമ്മൾ എത്ര സൈസുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ സൈസ് ഷേപ്പ് എന്തായിരിക്കണം എന്നെല്ലാം ഫൈനലി ഡിസൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലവൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേരിയസ് ടൈപ്സ് ഓഫ് അലവൻസസ് ഉണ്ട്. ഷ്രിങ്കേജ് ഉണ്ട്, മെഷീനിങ് ഉണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്, ഷെയ്ക്ക് ഉണ്ട്, ഡിസ്റ്റോർഷൻ ഉണ്ട്. ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പം ഷ്രിങ്കേജ് അലവൻസസ് 2 ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് ഷ്രിങ്കേജും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് സോളിഡ് ഷ്രിങ്കേജും ഉണ്ട്. സോളിഡും ഷ്രിങ്കേജും ഉണ്ട്, ലിക്വിഡിലും ഷ്രിങ്കേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ലിക്വിഡ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത് എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ലിക്വിഡ് ആക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ആണ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയിലായിരിക്കും വരുന്നത്, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ലിക്വിഡ് മോൾട്ടൺ മെറ്റൽ, ഇറ്റ് വിൽ ബി വെരി ഹൈ ടെമ്പറേച്ചർ, നിയർലി നമ്മുടെ ഒരു അയൺ കാർബൺ ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൺ മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ തന്നെ 1500 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നമുക്ക് എന്ത് ടെമ്പറേച്ചർ എന്ന് പറയാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോറിംഗ് ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ലിക്വിഡാക്കി മോൾട്ടൺ മെറ്റലായിട്ട് നമ്മൾ അയണിനെ ഒഴിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 1500 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഇത് ഫ്രീസിങ് ടെമ്പറേച്ചറിലോട്ട് എത്തണം. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുക. വെള്ളം ഐസ് ആവുന്ന എത്ര ഡിഗ്രിയിലാണ്, 0 ഡിഗ്രിയിലാണ് വാട്ടർ എന്തിലോട്ട് മാറുന്നത്, ഐസായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ വാട്ടറിന് നമ്മൾ 0 ഡിഗ്രി ഐസ്, അത് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 0 ഡിഗ്രി തന്നെ 2 ഫേസ് ഇല്ലേ, ഇതിന് ലിക്വിഡ് ഫേസും ഉണ്ട് സോളിഡ് ഫേസും ഉണ്ട്. സെയിം വേ ഇവിടെയും ലിക്വിഡായിട്ടിരിക്കും, പിന്നെ അത് എന്തും ആവും, സോളിഡും ആവും. അപ്പോൾ 1500 ഡിഗ്രിന്ന് അതിൻ്റെ ഇപ്പം വെള്ളം ഇരിക്കുന്നത് 4 ഡിഗ്രിയാണ്, അതുപോലെയാണ് ഈ ഇരിക്കുന്ന 1500 ഡിഗ്രി. അതിൻ്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ ഇപ്പോൾ 1450 ഡിഗ്രി ആണെങ്കിൽ ലിക്വിഡ്, അതായത് ഫ്രീസിങ് എന്ന് പറയുന്നത് നമ്മുടെ 0 ഡിഗ്രി പോലെ, 0 ഡിഗ്രി ആണ് അതിൻ്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ. 0 ഡിഗ്രി തന്നെ ലിക്വിഡും ഉണ്ട്, എന്തുകൊണ്ട്, സോളിഡും ഉണ്ട്. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ തന്നെ 1450 ഡിഗ്രി നമുക്ക് എന്തും വരും, സോളിഡും വരും. പിന്നെ അത് കൂൾ ഡൗൺ ചെയ്ത് നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചറിലോട്ട് എത്തുക, ദാറ്റ് ഈസ് നിയർലി 30 ഡിഗ്രി സോളിഡ് ആവണം. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ നടക്കുന്ന ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫേസിൽ നടക്കുന്നത് പോറിങ് ചെയ്ത് ഈ ഫ്രീസിങ് ടെമ്പറേച്ചറിലാവുന്നത് ഈസ് കൂളിംഗ് പ്രോസസ് വിച്ച് ഈസ് സെൻസിബിൾ ഹീറ്റ് ചേഞ്ച് അല്ലേ. സെൻസിബിൾ ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ വേരിയേഷനുള്ള രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസിൽ എന്താണ് നടക്കുന്നത്, സെക്കൻഡ് ഫേസിൽ കൂള് ചെയ്യുമ്പോൾ അവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. അതായത് ടെമ്പറേച്ചർ മാറുന്നില്ല, ഫേസ് ചേഞ്ച് നടക്കുന്നു. 1450 ഡിഗ്രി ലിക്വിഡിൽ നിന്ന് സെയിം ടെമ്പറേച്ചറിൽ അതെന്തായി മാറുന്നു, സോളിഡ് ടെമ്പറേച്ചർ. ദെൻ ഫേസ് 3യിൽ വാട്ട് ഹാപ്പൻസ്, കൂൾ ചെയ്യുന്നു, സെൻസിബിൾ ഹീറ്റ് ചേഞ്ച് നടക്കുന്നു, അത് അതിൻ്റെ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ നിന്ന് റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്നു അല്ലേ. അപ്പം നമുക്ക് ഈ എൻറ്റയർ കൂളിംഗ് ഫിനോമിനൻ അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം. ഏതൊക്കെയാണ്, ഫസ്റ്റ് സ്റ്റേജ് ഈസ് സെൻസിബിൾ ഹീറ്റ് ചേഞ്ച്, സെക്കൻഡ് ഫേസ് ഈസ് ലിക്വിഡ് എന്താവുന്നു, ലേറ്റൻറ്റ് ഹീറ്റ് ചേഞ്ച് ആണ്, ഫ്രീസിങ് ആണ്. ദെൻ തേർഡിൽ അത് ആംബിയൻ ടെമ്പറേച്ചറിലോട്ട് വരുന്നു. അതിൻ്റെ ഇതിൽ ഫസ്റ്റ് 2 സ്റ്റേജിൽ നടക്കുന്നതാണ് ലിക്വിഡ് ഷ്രിങ്കേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലിക്വിഡും ഉണ്ട് സോളിഡും ഉണ്ട്. ലിക്വിഡായിട്ടിരുന്നിട്ട് ലിക്വിഡിൽ നിന്ന് തന്നെ ഫ്രീസ് ചെയ്യുന്നവരെ കുറയുന്ന ഈ ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 സ്റ്റേജ് ഈ 1ഉം 2ഉം ആണ്. അതായത് അണ്ടിൽ സോളിഡ് ആവുന്ന വരെ നടക്കുന്ന ഈ പറയുന്ന ഷ്രിങ്കേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്.
ദെൻ നമ്മൾ പറയുന്നത് സോളിഡ് ശ്രിങ്കേജ് ആണ്. അതായത് തേർഡ് സ്റ്റേജ് നടക്കുന്ന ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിഡ് ശ്രിങ്കേജ്. അവിടെ എന്താ സംഭവിക്കുന്നത്, ലിക്വിഡിലിരിക്കുന്ന ഈ ഒരു മോൾട്ടൺ ലിക്വിഡ് ഫ്രീസായി 1450 ഡിഗ്രി ഇരിക്കുന്ന സോളിഡ് തിരിച്ചേതിലോട്ട് വരണം, ഫ്രീസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലോട്ട് വരണം. അപ്പം നടക്കുന്ന ശ്രിങ്കേജ് ആണ് സോളിഡ് ശ്രിങ്കേജ്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും റൈസർ കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ? ലിക്വിഡ് ശ്രിങ്കേജിന് ആർക്ക് കോമ്പൻസേറ്റ് ചെയ്യാം? റൈസറിന് കോമ്പൻസേറ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് സോളിഡ് ശ്രിങ്കേജ്? റൈസർ കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ സോളിഡ് ശ്രിങ്കേജിനെ വർക്ക് ചെയ്യുന്നത്? ലിക്വിഡ് ശ്രിങ്കേജ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് എ റൈസർ. വാട്ട് അബൌട്ട് സോളിഡ് ശ്രിങ്കേജ്? ഓക്കെ, സോളിഡ് ശ്രിങ്കേജിനെ എങ്ങനെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം? Okay, then since liquids are measured in terms of volume, liquid shrinkage is expressed as percentage volumetric shrinkage. ഇത്ര പെർസെൻറ്റേജ് ആവും, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റൈസർ ഡിസൈൻ ചെയ്യാം. ഇഫ് 1000 cc of liquid aluminum is taken, after liquid shrinkage its volume becomes 935 cubic centimeter. അതായത് 1000 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോൾ അതെന്താവും, 935 ആവും. അപ്പോൾ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എത്ര വേണം, ഒരു 65 cc റൈസർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തിന് ബാലൻസ് ഔട്ട് ആവും, ലിക്വിഡ് ശ്രിങ്കേജ് ബാലൻസ് ഔട്ട് ആവും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് റൈസർ ഡിസൈൻ ചെയ്യണം, ഈ 65 cubic centimeter. ഇനി അടുത്ത നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് അബൌട്ട് സോളിഡ് ശ്രിങ്കേജ്. ഈ സോളിഡ് ശ്രിങ്കേജ് വരുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ തെർമൽ എക്സ്പാൻഷനിലാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് എക്സ്പാൻഡ് ആവുന്നു, കൂൾ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് കോൺട്രാക്റ്റ് ആവുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്, അതിൻ്റെ ഓരോ മെറ്റീരിയലിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് വെച്ചിട്ടാണ്. അപ്പം സോളിഡ് ശ്രിങ്കേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. Therefore, metal having highest alpha will undergo the largest solid shrinkage. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൽഫ കൂടുന്നതിനനുസരിച്ച് ശ്രിങ്കേജിൻ്റെ സോളിഡ് ശ്രിങ്കേജ് കൂടും. ഓക്കെ, അപ്പം ഏറ്റവും മെറ്റീരിയൽ വിത്ത് ദ ഹയസ്റ്റ് ആൽഫയ്ക്ക് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് എന്ത് നടക്കുന്നത്, സോളിഡ് ശ്രിങ്കേജ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രീസിങ് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ ആൻഡ് ആൽഫ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷൻസിൽ ഈ 4 തരും, എ ബി സി എന്നൊക്കെ പറഞ്ഞു തരും. അത് ഏതിനെയും ഡിറ്റർമിൻ ചെയ്യും. കാര്യം എത്രത്തോളം നമ്മൾ ഹീറ്റ് ചെയ്യുന്നോ അവിടെ നിന്ന് തണുക്കുമ്പോൾ അത്രത്തോളം എന്ത് വരും, ശ്രിങ്കേജ് വരും. നമ്മളിപ്പോൾ 31 ഡിഗ്രിയിൽ നിന്ന് 30 ആക്കുമ്പോൾ ഉള്ള എന്താണ് ശ്രിങ്കേജ് ആയിരിക്കില്ല 100 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി ആക്കുമ്പോൾ. അപ്പോൾ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആ ഡിഫറൻസ് വരുമ്പോൾ, ഡെൽറ്റ ടി വരുമ്പോൾ, ദാറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ദി എന്താണ് സോളിഡ് ശ്രിങ്കേജിൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സിറ്റുവേഷൻ അറിഞ്ഞിരിക്കുക. For platinum iridium alloys, this alpha value is approximately 0. അതായത് നമുക്ക് നിങ്ങൾക്കൊരു ഈസി ഒരു എക്സാമ്പിൾ വെച്ച് ഞാനത് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു കയ്യിൽ യൂസ് ചെയ്യുന്ന സ്കെയില്, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റൂൾ ആണെങ്കിൽ അത് ഈ ആൽഫയ്ക്ക് ചൂടാവുന്നതിനനുസരിച്ച് സ്കെയിലിൻ്റെ ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റില്ലേ? അപ്പം ഈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും ഒരു 10 സെൻറ്റിമീറ്റർ ഇത്രയാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു റെഫറൻസ് വേണം, ആക്യുറേറ്റ് റെഫറൻസ്. അപ്പം ഈ റെഫറൻസ് നമ്മുടെ ഈ മെഷർമെൻറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ എർത്തിൽ എന്തെങ്കിലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി, ഈ ലോകത്തുള്ള ഓൾമോസ്റ്റ് ഈ മെഷറിങ് സാധനങ്ങളെല്ലാം പോയാലും നമുക്ക് എന്ത് വേണം, മെഷറിങ് സ്റ്റാൻഡേർഡ് വേണം. 10 സെൻറ്റിമീറ്റർ ഇത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. അപ്പം ഹീറ്റ് കൂടിയാണെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റീലോ മൈൽഡ് സ്റ്റീലോ ഈ പറയുന്ന പോലെ ബ്രാസോ ഒക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ഇന്ന് നോക്കുന്ന വാല്യൂ ആയിരിക്കില്ല നാളെ കാണുന്ന വാല്യൂ. ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, മാറിപ്പോവാം. പക്ഷേ പ്ലാറ്റിനം ഇറീഡിയം അലോയുടെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ ദാറ്റ് എത്ര ടെമ്പറേച്ചർ മാറിയാലും അതിനെന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഈ മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന ഓഫീസസിലെല്ലാം നമ്മൾ സ്റ്റീൽ 10 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് പീസ് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഏതിലാണ്, പ്ലാറ്റിനം ഇറിഡിയം അലോയിലാണ്. ഇനിയിപ്പോൾ ഇത് പോയാലും നമ്മൾ വേവ് ലെങ്ത് സ്റ്റാൻഡേർഡിലും അതിനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മെട്രോളജി പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വേവ് ലെങ്ത്സ് എന്നൊക്കെ. ഓക്കെ, ഇനി ഫോർ ഗ്രേ കാസ്റ്റ് അയൺ ആൽഫ വെരി ലോ ആണ്. അപ്പം ആൽഫ കുറവുമാണ്. പിന്നീട് ഇതിനകത്ത് ഈ മെറ്റീരിയൽ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ഈ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ സോളിഡിഫിക്കേഷൻ ടൈമിൽ കുറച്ച് ഗ്രാന്യൂൾസ് മാറുന്നത് കാരണം ഈ സ്ലൈറ്റ് എക്സ്പാൻഷൻ
ഗ്രേ കാസ്റ്റ് അയൺ ചിലപ്പം എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഗ്രേ കാസ്റ്റ് അയണിൽ ശ്രിങ്കേജ് നെഗറ്റീവ് തന്നാലും നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. ഇതിൻ്റെ ഒരു കോൺട്രഡിക്ടറി ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ഗേറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞിരിക്കുക, ചിലപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ സോളിഡിഫൈ ആകുമ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വലുതാവാൻ ചാൻസ് ഉണ്ട് റാദർ ദാൻ നമ്മൾ പറഞ്ഞ ശ്രിങ്കേജിനെ കാട്ടി. ഓക്കെ, ദെൻ ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ സോളിഡ് ശ്രിങ്കേജ് നമുക്ക് എങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. സോ അത് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ബൈ പ്രൊവൈഡിങ് ശ്രിങ്കേജ് അലവൻസ് ഓൺ പാറ്റേൺ. അതായത് നമുക്കിപ്പോൾ ഒരു 50 mm ഉള്ള ഒരു പാറ്റേൺ കാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഒരു എന്ത് ചെയ്യും, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഒരു പാറ്റേൺ നിയർലി ഒരു 55 mm നമ്മളങ്ങ് ചെയ്യുക. അപ്പോൾ 55 mm 5 mm എക്സ്ട്രാ നമ്മൾ ശ്രിങ്കേജ് അലവൻസ് ഇട്ട് കഴിഞ്ഞാൽ ആ കാസ്റ്റ് ശ്രിങ്കായി കിട്ടുമ്പോൾ മേ ബി നമുക്കൊരു 52 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ് 50 കിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോളിഡ് ശ്രിങ്കേജിനെ കൗണ്ടർ ചെയ്യുന്നത്. പിന്നെ അതുമാത്രം പോരാ, നമ്മൾ ഈ ഉണ്ടായി വരുന്ന കാസ്റ്റ് ഇപ്പം 55 ഇങ്ങനെ ഉണ്ടായി, അതിൻ്റെ എഡ്ജസ് ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല, അതെപ്പോഴും വേവി ആയിരിക്കും, ഈ മണ്ണിൻ്റെ ഇടയിലെല്ലാം കയറിയിട്ട് അതൊരു ഫിനിഷ്ഡ് അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 2 mm എന്തെങ്കിലും അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അതിനൊരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും എന്തും കൊടുക്കും, ഒരു എക്സ്ട്രാ മെറ്റീരിയൽ അതിൻ്റെ ഔട്ട്സൈഡിൽ കൊടുക്കും ടു ഒബ്റ്റെയിൻ ഗുഡ് സർഫേസ് ഫിനിഷും ആക്യുറേറ്റ് ഡയമെൻഷൻസും എല്ലാം കിട്ടാനായിട്ട്. ഓൾസോ പല കൈൻഡ് ഓഫ് സർഫസ് ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ പറയുന്ന മെഷീനിങ് അലവൻസ് കൊടുക്കും. അപ്പോൾ അതും ഒരു പോസിറ്റീവാണ്. അപ്പോൾ 55 എന്നുള്ളത് ഇപ്പോൾ എത്ര mm ആയി, 57 mm ആയി. നമുക്ക് 50 mm ഉള്ള ഒരു കാസ്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ പാറ്റേൺ സൈസ് എത്ര ആയിരിക്കണം, ശ്രിങ്കേജ് അലവൻസ് കൊടുക്കണം, പിന്നെ എന്തും കൊടുക്കണം, ഇപ്പോൾ മെഷീനിങ് അലവൻസും ആയി. ഇനി അടുത്ത അലവൻസ് ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇറ്റ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ് അലവൻസ്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആക്ച്വൽ കാസ്റ്റിംഗ് ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ എഡ്ജസ് ഒക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഡയമെൻഷൻ ടോളറൻസും സ്മൂത്ത്നെസ്സും ഒക്കെ പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ കാസ്റ്റിങ്ങിനെ കാട്ടിയും കുറച്ച് വിഡ്രോവൽ ഈസി ആക്കാനായിട്ട് ഒരു അലവൻസ് അതിൻ്റെ ആംഗുലർ ആയിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഒരു 1 to 3 ഡിഗ്രി അല്ലെങ്കിൽ 5 to 8 ഡിഗ്രി നമ്മൾ കൊടുത്തായിരിക്കും ഇതിൻ്റെ പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഷെയ്ക്ക് അലവൻസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അലവൻസ് ആണ്. അതായത് നമ്മളിത് കുലുക്കിയല്ലേ എടുക്കുന്നത്, അപ്പോൾ ഈ നമ്മുടെ ക്യാവിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും മെറ്റീരിയൽ നമ്മളെ വെറുതെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് വേറൊരു പീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും യൂസ് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടതാണ്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് മോൾട്ടനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും ആവശ്യമില്ലാതെ ചിലവാക്കാൻ പാടില്ല. സോ ദാറ്റ് ഈ നെഗറ്റീവ് അലവൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യണം. ദെൻ കംസ് ഡിസ്റ്റോർഷൻ അലവൻസ്. ഡിസ്റ്റോർഷൻ അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വി ഷേപ്ഡ് കാസ്റ്റിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ കിട്ടേണ്ട കാസ്റ്റിംഗ്, നമ്മൾ ഇതേ കാസ്റ്റിംഗ് ഈ ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇത് ഷ്രിങ്കായി വരുന്ന സമയത്ത് ഇതിന് ഒരു വെളിയിലോട്ട് ഇങ്ങനെ ആർച്ച് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അകത്തോട്ടൊരു ഇൻക്ലിനേഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ to compensate for this distortion, a distortion allowance is provided in the pattern. This is intentionally made with an opposite curvature. അപ്പം ഇത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അകത്തോട്ട് ഒരു കർവേച്ചർ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ പ്രോഡക്റ്റ് ആയിരിക്കും. ഇഫ് നോട്ട്, ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നതിന് ഔട്ട്സൈഡായിട്ട് ഒരു കർവേച്ചർ വരാം. അങ്ങനെ നമ്മൾ എല്ലാ കാസ്റ്റിങ്സിനും കൊടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലുള്ള കാസ്റ്റിങ്സിൽ, യു ഷേപ്ഡ് കാസ്റ്റിങ്സിൽ കൊടുക്കുന്ന അലവൻസിനെയാണ് ഡിസ്റ്റോർഷൻ അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ശ്രിങ്കേജ് അലവൻസിൻ്റെ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് PYQ ആണ്, ഗേറ്റിൻ്റെ ചോദിച്ചിരിക്കുന്ന അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കിയേ. സിലിണ്ട്രിക്കൽ, നിങ്ങൾക്കൊരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ത് വരുന്നു എന്ന് നോക്കിയേ. നമുക്ക് എന്നിട്ട് കറക്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ഒരു സിലിണ്ട്രിക്കൽ കാസ്റ്റ് ഓഫ് ഡയമീറ്റർ 200 mm ആൻഡ് ലെങ്ത് 500 mm, സിലിണ്ട്രിക്കലായിട്ടിരിക്കുന്ന ഒരു കാസ്റ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇത് ഹൈറ്റ് നമുക്ക് കിട്ടേണ്ട എന്താണ്, 500 mm ആൻഡ് ഡയമീറ്റർ എത്രയാണ്, 200 mm. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനായിട്ട് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ശ്രിങ്കേജ് അലവൻസ് 2%,
മെഷീനിങ് അലവൻസ് 2 mm പെർ സൈഡുമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാറ്റേൺ ഡയമെൻഷൻ എത്രയായിരിക്കണം? ഇത് കാസ്റ്റിനാണ് കിട്ടേണ്ടത്, നമുക്കിതാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേണിൻ്റെ ഈ സൈസും എത്രയാണ് ചെയ്യേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യും? നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇതെങ്ങനെയായിരിക്കും? നമുക്ക് ഡയമീറ്റർ ഓഫ് പാറ്റേണും ലെങ്ത് ഓഫ് പാറ്റേണും കണ്ടുപിടിക്കണം. ഈ സർഫസ് അലവൻസും അറിയാം, ഷ്രിങ്കേജ് അലവൻസും അറിയാം, മെഷീനിങ് അലവൻസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ട് യൂസ് ചെയ്ത് എങ്ങനെ ഡയമീറ്റർ ഓഫ് പാറ്റേണും ലെങ്ത് ഓഫ് കണ്ടുപിടിക്കും? ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഇതല്ലേ നമ്മുടെ ബേസ് പാറ്റേൺ. ഡയമീറ്റർ ആദ്യം നോക്കാം. 200 പ്ലസ് നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കാം. ഷ്രിങ്കേജ് അലവൻസ് എത്രയാണ്? 200 ഇൻറ്റു 2/100 പ്ലസ് നമ്മൾ ഡയമീറ്ററിന് കൊടുക്കേണ്ടത് എത്രയാണ്? ഓരോ സൈഡും 2. അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കണം? 4 കൊടുക്കണം. നമ്മൾ ഇങ്ങനെയായിരിക്കും പലരും ചെയ്യുന്നത്, പക്ഷേ ഇത് തെറ്റാണ്. കാര്യം നമ്മൾ 200 എടുത്തിട്ട് അതിന് ഒരു 2ന് എന്തല്ല കൊടുക്കാൻ? ആ ടോട്ടൽ 200 ഉള്ളതിന് ഒരു ഷ്രിങ്കേജ് അലവൻസ് അല്ല കൊടുക്കാൻ. ഓക്കെ, 1 സെക്കൻഡ്. അപ്പം DP നമ്മൾ 200 എന്ത് കൊടുക്കാൻ? ഈ പറയുന്ന ഷ്രിങ്കേജ് അലവൻസ്. ചിലർ ഡയറക്റ്റ്ലി ഈ 200 അവിടെ ഇട്ടിട്ട് 200ന് ഒരു ഷ്രിങ്കേജ് അലവൻസ് കൊടുത്ത് സോൾവ് ചെയ്ത് നമ്മൾ മെഷീനിങ് അലവൻസിന് എന്ത് കൊടുക്കില്ല? ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കാണ്ട് ചെയ്യാം. ആദ്യം ഷ്രിങ്കേജ് അലവൻസ് ഈ എൻറ്റയർ ബേസ് 200ന് കൊടുത്തിട്ട് മെഷീനിങ് അലവൻസിൻ്റെ 4ന് നമ്മൾ ഷ്രിങ്കേജ് കൊടുക്കില്ല. ബിക്കോസ് ഈ 4 mm നമുക്ക് വേണ്ടതും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന മെറ്റീരിയൽ എന്താവാൻ ചാൻസ് ഉണ്ട്? ഷ്രിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏതിനും ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കണം. നമ്മൾ ആ 4 mm എക്സ്ട്രാ കൊടുക്കുന്നതിനും കൊടുക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, പാറ്റേൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ 200ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ മെഷീനിങ് അലവൻസ് ആദ്യം ആഡ് ചെയ്തിട്ട് ദെൻ ഫോർ മെഷീനിങ് അലവൻസ് ആണ് നമ്മൾ എന്ത് കൊടുക്കാൻ? മെഷീനിങ് അലവൻസിനും കൂടെ ചേർത്തിട്ട് വേണം 2% ഓഫ് 204 ആണ് ടോട്ടലായിട്ട് കൊടുക്കാൻ. സോ ദ ആൻസർ ഈസ് 204 പ്ലസ് 2% ഓഫ് 204. അപ്പം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 208.08 mm എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ലെങ്ത് ഓഫ് പാറ്റേൺ കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് ഇപ്പോൾ എത്രയായിരുന്നു? 500. രണ്ട് സൈഡിലോട്ടും പോകുമ്പോൾ 500 പ്ലസ് 4 വരും. ദെൻ 2% ഓഫ് അതിൻ്റെ 504ൻ്റെ കണ്ടുപിടിക്കണം. സോ നിയർലി 514.08 mm എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഗേറ്റിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഏത് കണ്ടുപിടിക്കാൻ? നമ്മുടെ ഡയമീറ്റർ ഓഫ് പാറ്റേണും ലെങ്ത് ഓഫ് പാറ്റേണും. ഇഫ് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് അലവൻസും നമ്മുടെ മെഷീനിങ് അലവൻസും തരുന്ന ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ കണ്ടോ, ഇതൊരു ഇച്ചിരി ട്വിസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യന് തന്നിരുന്നത് എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ ബ്ലോക്സ്. അപ്പോൾ പാറ്റേണിൻ്റെ ലെങ്ത് എത്രയാണ്? ഗ്രേ കാസ്റ്റ് അയൺ ബോക്സ് ആർ ടു ബി കാസ്റ്റ്. അതിൻ്റെ കാസ്റ്റിൻ്റെ ഡയമെൻഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇൻ സാൻഡ് മോൾഡ്. അപ്പം നമുക്ക് കിട്ടേണ്ട കാസ്റ്റിൻ്റെ വോളിയം എത്രയാണ്? 200 ഇൻറ്റു 100 ഇൻറ്റു 10 mm അല്ലേ? mm³ കിട്ടും. ഷ്രിങ്കേജ് അലവൻസ് എത്രയായിട്ട് തന്നിട്ടുണ്ട്? ഷ്രിങ്കേജ് അലവൻസ് ഈസ് ഗിവൺ ആസ് 1%. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് പാറ്റേൺ ടു ദാറ്റ് ഓഫ് കാസ്റ്റിംഗ് എത്രയാണ്? അതിൻ്റെ ഓപ്ഷൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ നമ്മൾ ഓരോ ഡയമെൻഷനും, ഇവിടെ മെഷീനിങ് അലവൻസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, കാസ്റ്റിൻ്റെ ഓരോ ഡയമെൻഷനും എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പാറ്റേൺ എത്രയായിരിക്കണം? കാസ്റ്റിൻ്റെ സൈസ് എന്തായിരിക്കണം? ശ്രദ്ധിക്കുക, ഇവിടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഡയമെൻഷനിലും, സിൻസ് ദിസ് ഈസ് ഗിവൺ ആസ് ഗ്രേ കാസ്റ്റ് അയൺ ആണ്, ഇവിടെ ഷ്രിങ്കേജ് അലവൻസ് 1 ഞാൻ പറഞ്ഞു +1 എന്ന് പറയുന്നില്ല. അപ്പം ഇതെന്താണ്? പോസിറ്റീവ് ഷ്രിങ്കേജ് അലവൻസ് നമ്മൾ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ഓഫ് ഏതാണ്? ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ എന്ത് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്? സോളിഡിഫൈ ആകുമ്പോൾ എക്സ്പാൻഡ് ആവുന്ന മെറ്റീരിയലാണ്, വലുതാവും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റേൺ എന്ത് ചെയ്താൽ മതി? ലോവർ ഇൻ സൈസ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും?
200 ഇൻറ്റു എത്ര കുറയ്ക്കണം, 1% നെഗറ്റീവ് കൊടുക്കുക, 0.99 ഇൻറ്റു 100 mm നമ്മൾ എന്ത് ചെയ്യണം, 0.99 ഇൻറ്റു 10 mm 0.99 ആക്കുക. അതാണ് വോളിയം ഓഫ് പാറ്റേൺ. ഡിവൈഡ് ബൈ വോളിയം ഓഫ് കാസ്റ്റ് ചെയ്യുമ്പോഴോ, കാസ്റ്റ് കിട്ടേണ്ടത് ഏതാണ്, സെയിം സൈസ് 100 ഇൻറ്റു 10. അപ്പോൾ ഈ 10ഉം ഇതും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 0.99 ക്യൂബ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.97. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ. അപ്പോൾ ഇതൊരു ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്ലസ്സോ മൈനസോ തരാത്തത് കൊണ്ട് ചില ആൾക്കാർ സോൾവ് ചെയ്ത് വന്നപ്പോൾ ഇത് 1.01 ഇട്ട് ചെയ്തവരും ഉണ്ട്. അപ്പം നമുക്ക് ആൻസർ 1.03 എങ്ങാനും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രേ കാസ്റ്റ് അയൺ ബ്ലോക്ക് ആണ് എഗെയിൻ ചോദിക്കുന്നതെങ്കിൽ വെദർ ഇറ്റ് ഈസ് +1 -1 ഇനി ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ടു ബി പൊസസ്ഡ് ബൈ പാറ്റേൺ മെറ്റീരിയൽസ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്, ലോ മോയ്സ്ചർ അബ്സോർപ്ഷൻ ആയിരിക്കണം, ലോ ഡെൻസിറ്റി ആയിരിക്കണം, ഗുഡ് സർഫസ് ഫിനിഷ്, ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ, ലോ കോസ്റ്റ്, ഹൈ സ്ട്രെങ്ത് ആയിരിക്കണം, ഗുഡ് ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി ആയിരിക്കണം, ഗുഡ് വെയർ റെസിസ്റ്റൻസ് ആയിരിക്കണം. നമ്മൾ സാധാരണ പാറ്റേൺ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, വുഡ് യൂസ് ചെയ്യും, മെറ്റൽ യൂസ് ചെയ്യും, പ്ലാസ്റ്റിക് യൂസ് ചെയ്യും, മെർക്കുറി യൂസ് ചെയ്യും. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, മോൾഡ് മേക്കിംഗ്. മോൾഡ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ബേസിക്കലി മോൾഡിംഗ് സാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മോൾഡിംഗ് സാൻഡിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ്, സിലിക്ക സാൻഡ്, അതായത് സിലിക്ക സാൻഡ് ഒരു 75 to 80% നമ്മൾ ഈ പറയുന്ന സിലിക്ക സാൻഡാണ്, ഒരു സെപ്പറേറ്റ് സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു 15 to 20% വി യൂസ് ക്ലേ ആൻഡ് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ്സ് ദ ക്ലേ ആൻഡ് ഹെൽപ്സ് ഇൻ ബോണ്ട് ഫോർമേഷൻ വി യൂസ് 6 to 8% ഓഫ് സോഡിയം സിലിക്കേറ്റ്. അപ്പോൾ ഈ ഒരു 3 ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി പ്രിപ്പയർ ദ മോൾഡിംഗ് സാൻഡ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ്. അതായത് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്ന സാൻഡിൽ സിലിക്ക സാൻഡും ഉണ്ട്, ക്ലേയും വരും, വാട്ടറും വരും. ഡ്രൈ സാൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡ്രൈഡ് ഓർ ബേക്ഡ് ബിഫോർ എന്താണ് പോറിംഗ് മെറ്റൽ. നമ്മൾ ഈ മോൾഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പിന്നെ എന്ത് ചെയ്യും, ഒന്ന് ഡ്രൈ ചെയ്തെടുക്കും, വിച്ച് ഗീവ്സ് ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് ഡയമെൻഷണൽ ആക്യുറസി. ദെൻ കംസ് ലോം സാൻഡ്. ഹൈ പെർസെൻറ്റേജ് ഓഫ് ക്ലേ ആണ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലാർജ് മോൾഡ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ വുഡ് യൂസ് ചെയ്യും, കോൾ യൂസ് ചെയ്യും, സ്റ്റാർച്ച് യൂസ് ചെയ്യും. പോറോസിറ്റി, കൊളാപ്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് വുഡ് പൗഡർ യൂസ് ചെയ്യുന്നത്. റിഫ്രാക്റ്ററിനെസ്, സർഫസ് ഫിനിഷ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കോൾ പൗഡർ യൂസ് ചെയ്യുന്നു. സ്റ്റാർച്ച് സ്ട്രെങ്തും റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ ഒക്കെ ആയിട്ട് സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു <2% നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് സ്പെയർ ചെയ്യുന്നത്. ദെൻ കംസ് ഈ പോറോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൈ മോൾട്ടൺ മെറ്റലിന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒത്തിരി ഗ്യാസസ് എസ്കേപ്പ് ആവും. അപ്പോൾ ഈ എസ്കേപ്പ് ആവുന്ന ഗ്യാസസിനെ നമ്മൾ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്മൾ ഉണ്ടാകുന്ന കാസ്റ്റിൻ്റെ ഇടയിൽ എയർ ബബിൾസ് കയറിയിരുന്ന് നമുക്ക് കിട്ടുന്ന കാസ്റ്റിന് അവസാനം അകത്ത് ഫുൾ എന്തായിരിക്കും, ബ്ലോ ഹോൾസ് ആയിരിക്കും. ഇതൊരു ഡിഫക്റ്റാണ്. അപ്പം നമ്മൾ ഈ വരുന്ന എസ്കേപ്പ് ആവുന്ന ഗ്യാസസിനെ പ്രോപ്പറായിട്ട് കടത്തി വിടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോറോസിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മോൾഡിന് ഉണ്ടോ ഇല്ലയോ അത് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ മോൾഡിങ് സാൻഡാണ്. അപ്പോൾ ഈ സാൻഡിൻ്റെ പോറോസിറ്റി മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് അതിൻ്റെ പെർമിയബിലിറ്റി നമ്പർ വെച്ചാണ് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടെസ്റ്റ് സെക്ഷൻ ഇതുപോലെ നമ്മൾ ചെയ്യും. എത്ര വോളിയം ഓഫ് മോൾഡിങ് സാൻഡാണ് നമ്മൾ എടുക്കുന്നത്, ഈ നമ്പേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മോൾഡിങ് സാൻഡ് എടുക്കുന്നു. ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്, 5.08 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്, അതും 5.08 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി ഹയർ ആയിട്ട് എത്ര വേണമെങ്കിലും പ്രഷർ കൊടുക്കാം. എന്നിട്ട് ഈ പ്രഷർ എത്ര ടൈമിൽ നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഒരു 5 ബാറാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ആ 5 ബാർ എത്ര ടൈമിൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ഗേജ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, എത്ര ടൈം കൊണ്ടാണ് ഇത് തീരുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കണ്ടോ, വോളിയം ഇൻറ്റു അതായത് 2000 ഇൻറ്റു 5.08 ഡിവൈഡഡ് ബൈ പ്രഷർ ഇൻറ്റു ഏരിയ എന്താണ് 5/4 ഇൻറ്റു 5.08
സ്ക്വയർ. ഇതൊരു സിലിണ്ട്രിക്കൽ സെക്ഷനാണ് എടുക്കുന്നത് കേട്ടോ. സിലിണ്ട്രിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 5.08 സ്ക്വയർ ഇൻറ്റു ടൈം എത്രയാണ്? ടൈം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ സ്റ്റോപ്പ് വാച്ച് വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ പെർമിബിലിറ്റി നമ്പർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 501.28 ഡിവൈഡഡ് ബൈ എന്താണ് PT. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷൻ റിമെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് പെർമിബിലിറ്റി നമ്പർ. അപ്പോൾ 2 അൺനോൺ ആണ് അതിൽ വരുന്നത്. ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻലെറ്റ് പ്രഷറും, 2 എത്ര ടൈമാണ് ഇത് ആംബിയൻ്റ് ആവാൻ വേണ്ടി മാറുന്നത്. ഈ 2 കണ്ടന്റ് അറിയുക. ദെൻ ഓരോ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ നേരത്തെ റിഫ്രാക്റ്റീവ്നെസ്, അഡ്ഹേസീവ്നെസ്, കൊയ്സീവ്നെസ് ഇതൊക്കെ പറഞ്ഞു. ഇതെന്താണെന്ന് ബേസിക് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. അഡ്ഹേസീവ്നെസ് എപ്പോഴും അറിഞ്ഞിരിക്കുക. അതർ മെറ്റീരിയൽസ്, നമ്മുടെ സ്വന്തം സാൻഡും ഇപ്പോൾ മോൾഡിംഗ് ബോക്സോ റൈസറോ ഒക്കെ ആയിട്ട് അതിന് വേറൊരു മെറ്റീരിയലായിട്ട് എത്രത്തോളം ഒട്ടിയിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് അഡ്ഹസീവ്നെസ്. റിഫ്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഈസ് ദ പ്രോപ്പർട്ടി ടു വിസ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ്. കൊളാപ്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സാൻഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ എത്ര ഈസിലി അത് പൊടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ്നെസ്. ദെൻ ഫ്ലോബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിത് കുഴിച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റാം ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാ സ്ഥലത്തോട്ടും സ്പ്ലിറ്റായി പോകണം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോബിലിറ്റി എന്ന് പറയുന്നത്. കൊഹ്സീവ്നെസ് എന്ന് പറയുന്നത് സെയിം സാൻഡും സാൻഡ് പാർട്ടിക്കിൾസുമായിട്ട് അട്രാക്റ്റ് ആയിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ കൊഹ്സീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ പെർമിബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെർമിബിലിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർമിബിലിറ്റി ഓഫ് എ മോൾഡിംഗ് സാൻഡ് വാസ് ഡിറ്റർമിൻഡ് യൂസിങ് എ സ്റ്റാൻഡേർഡ് AFS സാമ്പിൾ ബൈ പാസിംഗ് 2000 cc വോളിയം ഓഫ് എടുത്തിരിക്കുന്നത് എത്രയായിരുന്നു? 2000 cc of air at a pressure of 10 grams per centimeter square. If the time taken for the air to escape was 1 minute, find out the permeability number. Permeability number നമ്മുടെ ഇക്വേഷൻ എന്താണ്? 501.28 divided by pressure into time. That is 501.28 divided by 10 into 1. അത് മിനിറ്റ്സിലാണ് ടൈം എടുക്കേണ്ടത്. സോ 50.128 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ പെർമിയബിലിറ്റി നമ്പർ. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രാവശ്യം ഗേറ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ അറിഞ്ഞാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ലൊക്കേഷൻ ഓഫ് റൈസർ. നമുക്ക് റൈസർ ഇപ്പം നമ്മളൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് റൈസർ വച്ചിരിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ റണ്ണർ ഇരുന്നത്, റണ്ണറും റൈസറും. അപ്പോൾ ഈ റൈസർ നമുക്ക് എപ്പോഴും ഒരു പോയിന്റിൽ തന്നെ വെച്ചാൽ മതിയോ, അതോ റൈസറിന് നമ്മൾ മാറ്റി മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ റൈസർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേൺ ആണ്, കാസ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ റൈസർ നമ്മൾ ഇവിടെ വയ്ക്കണോ ഇവിടെ വയ്ക്കണോ, എവിടെയാണ് നമ്മൾ റൈസർ വെക്കേണ്ടത്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ പൊസിഷൻ ഓഫ് റൈസർ എങ്ങനെ ഡിസൈഡ് ചെയ്യും? റൈസർ ഏത് പോയിന്റിലായിരിക്കും നമ്മൾ വെക്കേണ്ടത്? ഇവിടെ വയ്ക്കണോ ഇവിടെ വയ്ക്കണോ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പോയിന്റ് ഇങ്ങ് എത്തുമ്പോൾ എന്താണ്, നമുക്ക് ശ്രിങ്കേജിനെ ഓൾട്ടർനേറ്റ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് കിട്ടാണ്ടായി പോകും, ഇവിടെ അങ്ങ് സോളിഡ് ആവും. ഇവിടെ 2 സ്ഥലത്തും വെച്ചാലോ, ഇവിടുത്തെ ശ്രിങ്കേജസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇവിടുത്തെ ശ്രിങ്കേജസിനെ അവോയ്ഡ് ചെയ്യാം. ഈ ഏരിയയിൽ എന്ത് സംഭവിക്കും? ലിക്വിഡ് ശ്രിങ്കേജിന് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് മോൾട്ടൺ ഫ്ലൂയിഡ് സപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ എങ്ങനെ നമുക്ക് റൈസർ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൈസർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സോളിഡിഫിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ജനറലി പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് സെക്ഷനിൽ നമുക്ക് വയ്ക്കാം. ഫോർ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ റൈസർ ഈസ് പ്ലേസ് നിയർ ദ തിക്കസ്റ്റ് സെക്ഷൻ. ഏറ്റവും വലിയ സെക്ഷൻ എവിടെയാണോ അവിടെ വയ്ക്കാം, സിൻസ് തിക്ക് പോർഷൻ സോളിഡിഫൈ ഫാസ്റ്റ്. ദെൻ എൽ ഷേപ്ഡ് ആണെങ്കിൽ risers are provided near corners or junctions where shrinkage cavities or voids are likely to form. അപ്പോൾ അതും പോസിബിൾ അല്ല. ഇങ്ങനെ നമുക്ക് എവിടെയാണ് കോർണേഴ്സിൽ റൈസർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതുപോലെ നമുക്ക് റൈസറിന് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഒരു പോർഷൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ചിൽസ് യൂസ് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ചിൽസിൻ്റെ ഉപയോഗം വരുന്നത്. ചിൽസ് എന്ന് പറയുന്നത് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി K വിൽ ബി ഹയർ ഫോർ സച്ച് മെറ്റീരിയൽസ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഏരിയയിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ടു പ്രിവെൻറ്റ് shrinkage cavities or voids, the rate of heat transfer at certain portions of the mold is increased. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മോൾഡ് ക്യാവിറ്റിയിൽ
ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മോൾഡ് ക്യാവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചിൽസിനെ ഇവിടെ കൊടുക്കാം. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഷേപ്പായിട്ട് നമ്മളൊരു ചിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊമോട്ട് എന്നാണ് റാപ്പിഡ് കൂളിംഗ് ആൻഡ് ഹെൽപ്സ് അച്ചീവ് ഡയറക്ഷണൽ സോളിഡിഫിക്കേഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിൽസ് കൊടുക്കുന്നത്? ടു പ്രൊമോട്ട് ഡയറക്ഷണൽ സോളിഡിഫിക്കേഷൻ. എന്താണ് ഡയറക്ഷണൽ സോളിഡിഫിക്കേഷൻ? എല്ലാ പാർട്ടും ഒരുമിച്ച് ഒരേപോലെ സോളിഡിഫൈ ആകുന്നു വിത്തൗട്ട് എന്താണ് ഈ വോയിഡ്സ് ഉണ്ടാകുന്നതിനല്ലാണ്ട് ഒരു യൂണിഫോം ആയിട്ട് സോളിഡിഫൈ ആകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ഷണൽ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് എ മെൽറ്റിംഗ് പോയിൻറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി കാസ്റ്റിംഗ് മെറ്റൽ ആയിരിക്കണം. 2 ടൈപ്പ് ഉണ്ട്. എക്സ്റ്റേണൽ ചിൽസ് ഉണ്ട്, റിമൂവ്ഡ് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ. പിന്നെ ഇൻറ്റേർണൽ ചിൽസ് ഉണ്ട്. അത് ഇവിടെ വേണമെങ്കിലും വെക്കാം. ഇൻറ്റേർണലായിട്ട് അതിനകത്ത് തന്നെ സോളിഡിഫൈ ആകുമ്പോൾ പോകുന്ന ടൈപ്പ് ഓഫ് ചിൽസും ഉണ്ട്. ഓക്കെ, ദെൻ പോറിങ് ആൻഡ് സോളിഡിഫിക്കേഷൻ. അപ്പം നമ്മൾ പോറിങ് എവിടെ നിന്നാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്? ഇസ് ത്രൂ എ സിസ്റ്റം കോൾഡ് ദ ഗേറ്റിംഗ് സിസ്റ്റം. ഒരു മെറ്റീരിയലിൻ്റെ ഗേറ്റിംഗ് സിസ്റ്റം വഴിയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ആൻഡ് ദ ഗേറ്റിംഗ് സിസ്റ്റം ഷുഡ് ബി ഡിസൈൻ ടു മിനിമൈസ് ഫില്ലിംഗ് ടൈം so that no part of the molten metal solidifies before the mold cavity is completely filled. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഗേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ഈ റണ്ണർ, റൈസർ, മോൾഡ് ക്യാവിറ്റി ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കുറേ ഹോൾസ് നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു ടോട്ടൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ത് തന്നെ ആയിരിക്കണം? ഇത് മിനിമൈസ് ഫില്ലിംഗ് ടൈം ആയിരിക്കണം. ഓക്കെ, പിന്നെ ദ മോൾട്ടൺ മെറ്റൽ ഷുഡ് ഫ്ലോ ക്വിക്ലി ആസ് പോസിബിൾ വൈൽ മെയിൻറ്റെയിനിങ് ലാമിനാർ ഫ്ലോ. ഇത് ടർബുലൻറ്റ് ഫ്ലോ ആയി ഈ നമ്മൾ വെച്ചിരിക്കുന്ന സാൻഡിനെ എല്ലാം എടുത്തുകൊണ്ട് ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉപയോഗമില്ല. ഇറ്റ് ഷുഡ് എൻഷുവർ ദാറ്റ് അതിനകത്തൂടെ നടക്കുന്നത് എന്ത് ഫ്ലോ ആയിരിക്കണം? ലാമിനാർ ഫ്ലോ ആയിരിക്കണം. ഗേറ്റിംഗ് സിസ്റ്റം ഷുഡ് പ്രിവെൻറ്റ് സാൻഡ് ഇറോഷൻ, റെഡ്യൂസ് ടർബുലൻറ്റ്, സെപ്പറേറ്റ് സ്ലാഗ്, ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം ദി മോൾട്ടൺ മെറ്റൽ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? എ മോൾഡ് ഹാസ് എ ഡൗൺ സ്പ്രൂ അല്ലേ, whose length is 20 centimeter. This is very important, repeatedly asked previous question. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാസ്റ്റിങ്ങിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ ചോദിക്കാം പെർമിയബിലിറ്റി നമ്പറൊക്കെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആകുമ്പോൾ നോക്കുക, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മാത്രം നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്കൊരു 50 മാർക്ക് ഗേറ്റിന് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മോൾ ഡൗൺ ഹാസ് എ സ്പ്രൂ. സ്പ്രൂ എന്ന് പറയുന്ന റണ്ണറാണ്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ആൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ബേസ് ഡൗൺ സ്പ്രൂ ഈസ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഇറ്റ് ഫീഡ്സ് ടു ദ മോൾഡ് ക്യാവിറ്റി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ എൻറ്റയർ എന്താണ് ആ ഒരു മോൾട്ടൺ മെറ്റൽ പോകുന്ന പാത്ത്. ഇത് 20. ഇവിടുത്തെ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു ഫിൽ ദ മോൾഡ് ക്യാവിറ്റി? ഈ എൻറ്റയർ മോൾഡ് ക്യാവിറ്റി ഫില്ലാവാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ കൂടെ വരുന്ന ആദ്യം നമ്മൾ ഈ പോയിൻറ്റിൻ്റെ എത്തുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം. സിൻസ് ദിസ് ഈസ് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. അപ്പം ഈ ഹൈറ്റ് ഉള്ള സാധനം ഇവിടെ എത്തുമ്പോൾ ഉള്ള ഫ്ലോ റേറ്റ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ? വെലോസിറ്റി ഈസ് ഗിവൻ ബൈ √2gh അല്ലേ. ഇതാണ് നമ്മുടെ എപ്പോഴും ഹൈറ്റ് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഹൈറ്റ് എത്രയാണ്? √2 × 20 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഹൈറ്റ് ഇടുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി 981. ഹൈറ്റ് മീറ്ററിലാണെങ്കിൽ 9.81. ഹൈറ്റ് നമ്മൾ സെൻറ്റിമീറ്ററിൽ ഇടുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ വെലോസിറ്റി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 198.09 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആൻഡ് ഇതുവഴി പോകുന്ന ഫ്ലോ റേറ്റ് എത്രയായിരിക്കും? Q ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ Q ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ്? ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ബേസ് ഓഫ് ഡൗൺ സ്ക്രൂ ഈസ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ 1 × 198.09 വിച്ച് ഈസ് 198.09 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ടൈം ഫോർ ഫില്ലിംഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ മോൾഡ് ക്യാവിറ്റിയുടെ വോളിയം ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുണ്ട്? 1000
സോ ദ എൻറ്റയർ വോളിയം ഈസ് ഗിവൺ ആസ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ ഇത്രയും ഫില്ലാവാണ്ട വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് ഇതുവഴി പോകുന്നത് എത്രയാണ്? 198.09 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 198.09 പോകുന്നു. ടോട്ടൽ ഫില്ല് ചെയ്യേണ്ട എത്രയാണ്? 1000 ആണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു സിമ്പിൾ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്യൂ. 1000 ഡിവൈഡഡ് ബൈ 198.09. ആൻസർ 5.05 സെക്കൻഡ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊരു എന്താണ് ഈ പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ടോട്ടൽ വോളിയം കൊണ്ട് ഡിസ്ചാർജിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ടൈം ഇൻ സെക്കൻഡ്സ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എ മോൾഡ് ഹാവിംഗ് ഡയമെൻഷൻസ് 100 mm into 90 mm into 20 mm is filled with molten metal through a gate with height h-ഉം ക്രോസ് സെക്ഷണൽ ഏരിയ എയും. നമ്മളിപ്പോൾ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ. ഹൈറ്റ് h തന്നിട്ടുണ്ട്. ഇത് പോകുന്ന ഇവിടുത്തെ ഏരിയ എ ആണെന്ന് അറിയാം. ദ മോൾഡ് ഫില്ലിംഗ് ടൈം അപ്പോൾ എടുക്കുന്നത് എത്രയാണ്? ടി ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ടി ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ബൈ ടോട്ടൽ ഡിസ്ചാർജ് ആയിരുന്നു അല്ലേ? അപ്പം വോളിയം ഓൾമോസ്റ്റ് ഈ ഒരു ടോട്ടൽ വോളിയം ഓഫ് ദ കാസ്റ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. നമ്മുടെ ഹൈറ്റിനെ ക്വാഡ്രപ്പിൾ ചെയ്തു. ഹൈറ്റ് 4h ആക്കി. ഏരിയ ഈസ് ഹാഫ്ഡ്. ഏരിയനെ പകുതിയാക്കി, a/2 ആക്കി. റേഷ്യോ T2/T1. അതാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു വോളിയം ബൈ ക്യൂ വെച്ചിട്ട് വോളിയം റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 1 ഏരിയ ഇൻറ്റു റൂട്ട് h. a ഇൻറ്റു വി അല്ലേ ക്യൂ എന്ന് പറയുന്നത്. അതിൽ 2ഉം ജിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് പറയാം? 1/a√h. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ T1 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/a√h. ഇനി T2 എടുക്കുമ്പോഴോ ഹൈറ്റിനെ 4 ക്യാപിറ്റൽ h ആക്കാം. അപ്പോൾ 1/aക്ക് പകരം എന്ത് കൊടുക്കണം? a/2 ഇൻറ്റു റൂട്ട് എച്ചിന് പകരം √4h കൊടുക്കുക. അപ്പോൾ T2 എന്ത് കിട്ടും? സെയിം 1/a√h തന്നെ കിട്ടും. അപ്പോൾ T1 നമ്മുടെ ചോദിച്ചിരിക്കുന്നത് T2/T1 ഈസ് സെയിം. അപ്പോൾ 1 ആണ് ആൻസർ. ഓക്കെ. സോ ഇതും ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അപ്പോൾ ആ ലോജിക്കലായിട്ട് ആലോചിച്ച് എന്തിനെ ഫോളോ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ലെക്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ആലോചിക്കുക. നമുക്കിനി ഒരു കൺസോൾട്ടേറ്റ് ചെയ്തൊന്ന് ആലോചിക്കുക. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിനി ബാക്കി വരുന്ന ഗേറ്റിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, സോളിഡിഫിക്കേഷൻ ടൈം എങ്ങനെയാണ്, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിലും കൂടെ കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ടു കാസ്റ്റും. അതിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോപ്പിക്ക് നമുക്കായിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യാം. ഓക്കെ.